പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പറമ്പ് ഇടവകയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോറെപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ന് ഇവിടെ വിശുദ്ധ മദ്ബഹ ശുശ്രൂഷകർക്കുള്ള രണ്ടാമത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്, പാർട്ട് 2. ആദ്യത്തെ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ബഹുമാനപ്പെട്ട ടോണി ഷമ്മാശൻ ഓർപ്പിച്ചതുപോലെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുകയോ കമൻറ്റ് ബോക്സിൽ ഇടുകയോ ചെയ്യാം. അതിനടുത്ത വീഡിയോയിൽ അതിന് മറുപടി പറയുന്നതാണ്. പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് കുറിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. കുറേ കഴിയുമ്പോഴൊക്കെ ചിലപ്പോൾ മറന്നുപോയി എന്ന് വരും. അപ്പം അങ്ങനെ സംഭവിക്കരുത്. പിന്നെ ശുശ്രൂഷ കുപ്പായത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ ഇന്നലെ പറഞ്ഞു, ഇതിനുള്ള ക്ലാസ്സിൽ പറഞ്ഞു. ശുശ്രൂഷ കുപ്പായവും കാൽക്കുപ്പായം വേണമല്ലോ, അത് ധരിക്കാതെ ആരും മദ്ബഹായിൽ പ്രവേശിക്കരുത്. അത് ഞാൻ പറഞ്ഞു വരുന്നത്. ചിലർ വിചാരിക്കേ തുണി എടുത്തിട്ട് അതിൻ്റെ മീതെ ശുശ്രൂഷ കുപ്പായി ഇട്ടാൽ മതിയല്ലോ. അത് തെറ്റാണ്. അത് നിന്ദ്യമാണ്, ഹീനമാണ്, തെറ്റാണ്. അത് മദ്ബഹായെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്ന് ഓർത്തു കൊള്ളണം. അപ്പോൾ വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. മദ്ബഹായിൽ കയറിയിട്ടല്ല ശുശ്രൂഷ കുപ്പായം ധരിക്കേണ്ടത്. ശുശ്രൂഷ കുപ്പായം ധരിച്ചിട്ട് വേണം മദ്ബഹായിൽ കയറാൻ. അപ്പോൾ നിങ്ങൾക്ക് ശുശ്രൂഷകൾക്കുള്ള പ്രത്യേക മുറി ഉണ്ടാവുമല്ലോ പള്ളിയിലെ. ആ മുറിയിൽ ചെന്ന് ശുശ്രൂഷ കുപ്പായം ധരിച്ചിട്ട് വേണം പള്ളിയകത്തേക്ക് പ്രവേശിക്കാൻ. പിന്നെ മറ്റൊരു കാര്യം, 40 ദിവസത്തിനുള്ളിൽ വിശുദ്ധ കുമ്പസാരം നടത്തണം പ്രായമായവർ. മദ്ബഹായിൽ കയറുമ്പോൾ അതിൻ്റെ വിശുദ്ധിയോടുകൂടി കയറണം. 40 ദിവസത്തിനുള്ളിൽ എന്ന് ഞാൻ പറഞ്ഞത്, ഏലിയാവ് ദൈവം കാക്കയുടെ കയ്യിൽ കൊടുത്തയച്ച അപ്പവും വെള്ളവും കഴിച്ച് 40 ദിവസം ഓടിയാണ് ഹോറേബ് പർവ്വതത്തിലെത്തിയത്. ഒന്നും കഴിച്ചില്ല അദ്ദേഹം. അപ്പോൾ ദൈവം കൊടുത്ത അപ്പവും വെള്ളവും അവന് 40 ദിവസത്തേക്കുള്ള ശക്തി പകർന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാകുന്ന വിശുദ്ധ കുർബാന അനുഭവിച്ചാൽ പിന്നെ 40 ദിവസത്തേക്ക് കുമ്പസാരിക്കണ്ട എന്ന് പറഞ്ഞാൽ, മാരകമായ പാപങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുമ്പസാരിക്കണമെന്ന് സ്വയം തോന്നിയാൽ കുമ്പസാരിക്കാം. 40 ദിവസത്തിനുള്ളിൽ കുമ്പസാരിക്കാം. ഏതായാലും കഴിയുന്നിടത്തോളം വിശുദ്ധിയോടുകൂടി വേണം മദ്ബഹായിൽ പ്രവേശിക്കാനായിട്ട്. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഉടുപ്പ് ധരിക്കുമ്പോൾ ചില പ്രത്യേക പ്രാർത്ഥനകളുണ്ട്, അത് ചൊല്ലാൻ മറക്കരുത്. വസ്ത്രം ധരിക്കുമ്പോൾ സാധാരണ പ്രാർത്ഥനകളുണ്ട്, അത് പാപ്പാക്കുട നമസ്കാരത്തിലുണ്ട്. അത് വായിച്ച് പഠിച്ച് അത് ചെയ്തു കൊള്ളണം. അത് എല്ലാ ഡ്രസ്സുകളിലും ചെയ്യേണ്ട കാര്യങ്ങളാണ്. പള്ളിയകത്തേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ചൊല്ലുന്നുണ്ടോ ഇല്ലോ എന്നുള്ളതാണ് സംശയം. ബഹുമതിപൂർവ്വം ഞാൻ നിന്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ച് നാൾതോറുമുള്ള എൻ്റെ നേർച്ചകളെ നിനക്ക് കഴിക്കും. അത് ചൊല്ലിയിട്ട് വേണം പള്ളിയകത്തേക്ക് പ്രവേശിക്കാൻ. പിന്നെ വസ്ത്രം മാറുമ്പോൾ, സാധാരണ വസ്ത്രം മാറുമ്പോഴുള്ള പ്രാർത്ഥന ഞാനിപ്പോൾ പറയാം. ദൈവമായ കർത്താവേ, എൻ്റെ ദുഷ്പ്രവൃത്തികളുടെ അശുദ്ധിയാൽ സാത്താൻ എന്നെ ധരിപ്പിച്ച അശുദ്ധ വസ്ത്രങ്ങളെ എന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്നേക്കും നിന്റെ മാന്യതയുടെ ശുശ്രൂഷയ്ക്കും നിന്റെ വിശുദ്ധ തിരുനാമത്തിൻ്റെ മഹത്വത്തിനും ചേർച്ചയുള്ള വസ്ത്രങ്ങൾ എന്നെ ധരിപ്പിക്കണമേ. ആമീൻ. റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമ്മളത് എഴുതിയെടുക്കുക ചെയ്തത്. ഇനി ശുശ്രൂഷ കുപ്പായം ധരിക്കുമ്പോഴാണ് ആദ്യം സാധാരണ വസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന അല്ലണം. അതിനുശേഷം ശുശ്രൂഷ കുപ്പായം ധരിക്കുമ്പോൾ, ദൈവമായ കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ
നാശമില്ലാത്ത അങ്കി എന്നെ ധരിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവരെ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സത്യവിശ്വാസത്തിൽ വെടിപ്പും ചുവമുള്ള ക്രിയകളോടുകൂടി ഞങ്ങളെ നടത്തിക്കൊള്ളണമേ. ആമീൻ. അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവരെ എന്ന് പറയുമ്പോൾ കുരിശ് വരയ്ക്കണം. തൃത്വത്വം എവിടെ തൃത്വം വരുന്നു അവിടെ കുരിശ് വരയ്ക്കണം. അത് ഓർത്തുകൊള്ളണം. ഇനി ഈ രണ്ട് പ്രാർത്ഥനകളും ചൊല്ലി കഴിയുമ്പോൾ ആ വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ് അത് മുത്തണം, ശുശ്രൂഷക്കുമ്പായി മുത്തണം. അത് അനശ്വരമായ വസ്ത്രമാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിൻ്റെ വിശുദ്ധിയെ പറ്റിയൊക്കെ പറഞ്ഞു. മാലാഖമാരുടെയും വിശുദ്ധന്മാരുടെയൊക്കെ വസ്ത്രമാണെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ മാലാഖമാർ ഈ വസ്ത്രം ധരിച്ചുകൊണ്ടല്ല സ്വർഗത്തിലിരിക്കുന്ന വിശുദ്ധന്മാരും അവരുടെ തേജസ്സിനെയാണ് അത് കാണിക്കുന്നത്. കർത്താവിൻ്റെ തേജസ്സൊന്നും മാലാഖമാർക്കും ഇല്ല, വിശുദ്ധന്മാർക്കും ഇല്ല, നമുക്കുമില്ല. അപ്പോൾ കർത്താവിൻ്റെ തേജസ്സിൻ്റെ കാര്യം അത് നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. ഇനി ത്രോണോസോമിച്ചെന്നുള്ള പ്രാർത്ഥന ഇപ്പം തന്നെയാണ് ചൊല്ലണം. ദൈവമേ, നിന്റെ ഭവനത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. സ്വർഗസ്ഥനായ രാജാവേ, നിന്റെ സിംഹാസനത്തിന് മുമ്പായി ഞാൻ വന്ദിച്ചു. നിനക്ക് വിരോധമായി ഞാൻ ചെയ്തിട്ടുള്ള സകല പാപങ്ങളെയും എന്നോട് ക്ഷമിക്കണമേ. ത്രോണോസിൻ്റെ നേരെ മുമ്പിൽ ചെന്നിട്ടുള്ള പ്രാർത്ഥന. ഒത്തിരി അടുത്ത് നിങ്ങൾക്ക് നിൽക്കാൻ പാടില്ല, കുറച്ച് അകലെ ഇന്നുണ്ട്. ഇനി ത്രോണോസ് മുത്തുമ്പോൾ, കർത്താവെ, നിന്റെ ബലിപീഠത്തിൻ്റെ കോടുകൾ വരെ ചങ്ങലകളാൽ ഞങ്ങളുടെ പെരുന്നാളുകളെ ബന്ധിക്കണമേ. നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തുതി പാടും. കോണുകളെ മുത്തുമ്പോൾ ചെല്ലേണ്ടതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട വികാരിയോട് ചോദിച്ചാൽ മതി, അദ്ദേഹം പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ പള്ളിയകത്തേക്ക് പ്രവേശിച്ചു. നമസ്കാര മേശയിലേക്ക് വരികയാണ്. ഈ പള്ളിയകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഏത് വാതിലിൽ കൂടി അകത്ത് കിടക്കണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തെക്കേ വാതിൽ വഴിയോ പടിഞ്ഞാറോ വാതിൽ വഴിയാണ് അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ആരായാലും ശുശ്രൂഷകന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണമല്ലോ, അതുകൊണ്ട് പറയുന്നു. പള്ളിയിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ വടക്കേ വാതിൽ വഴിയോ പടിഞ്ഞാറേ വാതിൽ വഴിയോ പുറത്തേക്ക് കിടക്കാം. തെക്കേ വാതിൽ വഴി അകത്ത് പ്രവേശിക്കണം, വടക്കേ വാതിൽ വഴി പുറത്ത് കിടക്കണം. നമ്മൾ പ്രദക്ഷിണം നടക്കുമ്പോഴൊക്കെ വടക്കേ വാതിൽ വഴിയാണ് പുറത്ത് കിടന്നുകൊണ്ട് പള്ളിക്ക് ചുറ്റി തെക്കേ വാതിൽ വഴി അകത്ത് പ്രവേശിക്കുന്നു. ഇപ്പോൾ ചിലപ്പോൾ പള്ളിയുടെ നിങ്ങളുടെ മുറിയും അച്ഛന്മാരുടെ മുറികളൊക്കെ പള്ളിയുടെ വടക്ക് വശത്തായിരിക്കും ചിലപ്പോൾ. അപ്പോൾ തെക്ക് വശത്തുനിന്ന് കയറാൻ ബുദ്ധിമുട്ടാണെന്ന് പറയേണ്ട കാര്യമില്ല. അതുപോലെ തെക്ക് വശത്ത് കയറണം, അല്ലെങ്കിൽ പടിഞ്ഞാറേ വാതിൽ വഴി അകത്ത് പ്രവേശിക്കണം. അതാണ് നിയമം. ഇനി ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. നമ്മൾ ഒരു ഡെഡ് ബോഡി സെമിട്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ആ ഡെഡ് ബോഡി കുഴിയുടെ ഏത് വശത്ത് വയ്ക്കണം? ആദ്യമല്ല വയ്ക്കേണ്ടത്, തെക്ക് വശത്ത് വയ്ക്കണം. കുഴിയുടെ തെക്ക് വശത്ത് വയ്ക്കണം. ആളുകൾ വടക്ക് വശത്ത് വയ്ക്കുമ്പോൾ അച്ഛന്മാർ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയണം അത് തെക്ക് വശത്ത് വയ്ക്കണം എന്ന് പറയണം. ചിലരെ ദേഷ്യപ്പെടുന്നു വരാം, കാരണം അവർക്കതറിയില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ആ തെക്ക് വശത്ത് ആ ബോഡി വെച്ചിട്ട് പിന്നെ കർമ്മങ്ങൾ നടത്തി കുഴിയിലേക്ക് വയ്ക്കുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഇവൻ്റെ ശരീരവും ആത്മാവും ചേർന്ന് അവൻ കുഴിയിൽ നിന്ന് എഴുന്നേറ്റൊന്ന് വടക്ക് വശത്തേക്ക് പോകണം. വടക്ക് വശം, അതായത് കർത്താവിൻ്റെ വലതുവശം, തൃത്വത്തിൻ്റെ വലതുവശം, അതാണ് സ്വർഗം. ഒരിക്കൽ ശിഷ്യന്മാർ മീനൊന്നും കിട്ടാതെ വിഷമിച്ചിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞില്ലേ, പടകിൻ്റെ വലതുവശത്ത് വീശാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വലതിന് പ്രാധാന്യമുണ്ട്. 4 ദിക്ക് ഒരുപോലെ അല്ലാതെ ചോദിച്ചാണ്. പക്ഷേ ചില ദിക്കുകൾക്ക് ദൈവം പ്രാധാന്യം കൊടുത്താൽ നമുക്കത് വേണ്ടെന്ന് പറയാൻ പറ്റുമോ?
അപ്പോൾ വടക്ക് വശത്തിനോ വലതുവശത്തിനോ പ്രാധാന്യമുണ്ട്. വലതുവശത്തുള്ളവരോടാണ് കർത്താവ് ന്യായവിധിയിൽ അരുളി ചെയ്ത്, വലതുഭാഗത്തുള്ളവർ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ. ഇടത് ഭാഗത്തുള്ളവർ, അതായത് തെക്ക് വശത്തുള്ളവർ എൻ്റെ അടുത്ത് നിന്ന് പോകാൻ പറയണം. അങ്ങനെ കണക്കാക്കുമ്പോൾ വലതുവശത്തിന് പ്രാധാന്യമുണ്ട്. അത് ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ നമ്മൾ മദ്ബായിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കിഴക്കോട്ടാണ് നോക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിഴക്കിനും പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യങ്ങളെല്ലാം വിവരിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് പെട്ടെന്ന് തീരില്ല. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. യഹസ്കേൽ പ്രവാചകത്തിലുണ്ട്, ആ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പ്രവചനത്തിലൊക്കെ ഈ കിഴക്കിൻ്റെ പ്രാധാന്യം ഒരുപാട് പറയുന്നു. നമ്മളൊരു ഡെഡ് ബോഡി മരിച്ചു കഴിഞ്ഞാൽ എതിനെ കിടത്തുന്നത്? കിഴക്കോട്ട് അഭിമുഖമായിട്ട് കിടക്കുന്നത്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് കിഴക്ക് നിന്നാണെന്ന് നമ്മുടെ വിശ്വാസം. എപ്പോഴാണെന്നൊന്നും എന്നാന്നൊന്നും നമുക്കറിയാൻ പാടില്ല, പക്ഷെ വരുന്ന കിഴക്ക് നിന്നാണ്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിലാണെന്ന് എൻ്റെ ഓർമ്മ. 24 തന്നെ പറയുന്നുണ്ട്, 24-27 ഓർമ്മ. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് മിന്നൽ പ്രകാശിക്കുന്ന പോലെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാകും. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. അപ്പോൾ കിഴക്ക് നിന്നാണ് വരവെന്നാണ്. അതുകൊണ്ട് നമ്മൾ ഡെഡ് ബോഡി അങ്ങനെ കിടത്തുന്നതും അടക്കുന്നതും എല്ലാം കിഴക്കോട്ട് മുഖം തിരിച്ചാണ്. അപ്പോൾ കിഴക്ക് നിന്ന് അവൻ വരുമ്പോൾ അവന് കർത്താവിനെ കണ്ട് ആരാധിക്കാൻ പറ്റണം. പിന്നെ നമ്മൾ ആ ഡെഡ് ബോഡിയിൽ ഒരു മെഴുകുതിരിയും ഒരു കുരിശും ഒക്കെ കൊടുക്കും. കർത്താവ് രണ്ടാമത് എഴുന്നള്ളി വരുമ്പോൾ സ്ലീവായോടുകൂടി അവൻ എഴുന്നള്ളി വരുന്നു എന്നൊക്കെയാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ആ മെഴുകുതിരി കത്തിച്ച് അവനെ എതിരേൽക്കാനായിട്ടാണ് ആ മെഴുകുതിരി കൊടുക്കുന്നത്. ചില സ്ഥലങ്ങളിൽ അതിട്ടോന്ന് എനിക്കറിയില്ല. നമ്മുടെ അങ്കമാലി ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. മെഴുകുതിരിയും കുരിശും കൊടുക്കും. അപ്പോൾ ഞാനൊരു ക്ലാസ് എടുത്തപ്പോൾ ഒരിക്കലും എന്നോട് എടുത്ത് ചോദിച്ചു, അപ്പോൾ തീപ്പെട്ടി വേണ്ട വെച്ചോന്ന് ചോദിച്ചു. തീപ്പെട്ടി വേണ്ട, താനെ കത്തിക്കൊള്ളൂ. അത് കർത്താവിൻ്റെ അതിൽ വലിയ സൂര്യനാണ് ഇങ്ങോട്ട് വരണത്. ഈ നമ്മുടെ വെളിച്ചത്തിൽ വലിയ വെളിച്ചോട് ഇങ്ങോട്ട് വരണത്. അതൊക്കെ താനെ പ്രായച്ചോളും. അപ്പം അങ്ങനെ നമ്മൾ ധരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്, ഞാനിപ്പോൾ കൂടുതലായിട്ട് പോകുന്നില്ല. അപ്പം അങ്ങനെ പള്ളിയകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തെക്ക് വശത്തുകൂടി കിടക്കണം. സ്ത്രീകൾക്ക് എന്നോട് വിരോധം തോന്നരുത്. തെക്ക് വശം സ്ത്രീകൾക്കും വടക്ക് വശം പുരുഷന്മാർക്കുമാണ് നമ്മൾ നിൽക്കുന്നത്. ആദ്യം പഴയ ഒത്തിരി പഴക്കം ചെന്നപ്പോൾ ഞാൻ കൊച്ചുപ്രായക്ക് ഓർമ്മ ആദ്യം പുരുഷന്മാരും പിന്നെ പറയൽ സ്ത്രീകളൊക്കെ ആയിരുന്നു. പിന്നെ അതൊരു മാറ്റം വരുത്തി തെക്ക് സ്ത്രീകളും വടക്ക് പുരുഷന്മാരുമാക്കി. പുരുഷന്മാർക്ക് എപ്പോഴും പ്രാധാന്യം. അതെന്താ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് അങ്ങനെ ചെയ്തു, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞു വന്ന ക്ലാസ്സുകൾ നീണ്ടു. കർത്താവ് ഒരു സ്ത്രീക്ക് പട്ടം കൊടുത്തില്ല. പ്രത്യേകിച്ച് യഹൂദന്മാരുടെ കാലത്ത് പുരുഷ മേധാവിത്വമാണ് നിലനിന്നിരുന്നത്. കർത്താവ് മനുഷ്യാവതാരം ചെയ്തപ്പോഴും പുരുഷനായിട്ടാണ് മനുഷ്യാവതാരം എടുത്തത്, സ്ത്രീയായിട്ടല്ല. വിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ മർക്കൂസിൻ്റെ മേൽമാളികയിലേക്ക് കയറിയപ്പോഴും സ്ത്രീകളെ ആരും വിളിച്ചില്ല. 3-4 സ്ത്രീകളെ എപ്പോഴും കർത്താവിൻ്റെ കൂടെ അദ്ദേഹത്തെ പരിചരിക്കാനുണ്ടായിരുന്നു. കന്യാസ്ത്രീ അമ്മയുണ്ടായിരുന്നു. ഇവരെ ആരെയും വിളിച്ചില്ല, അമ്മയെ പോലും വിളിച്ചില്ല. സ്ത്രീകളോട് അവഗണനയാണോ എന്ന് ചോദിക്കരുത്. ഞാനൊരു വ്യാഖ്യാന പുസ്തകത്തിൽ വായിച്ചത് ഈ പഴം പറിച്ചത് ആരാ? ഹൗവയാണ്. ആ പഴം പറിച്ച കയ്യെ കുർബാനയിൽ ആവശ്യിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. ചിലരുടെ വ്യാഖ്യാനങ്ങൾ അങ്ങനെയൊക്കെയാണ്. എന്ന് വെച്ചാൽ സ്ത്രീയെ എപ്പോഴും കർത്താവ് ബഹുമാനിക്കുക, അവരുടെ കൂടെ നിന്ന് അവരെയൊക്കെ വേണ്ട സ്ഥാനമാനങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മക്കളെന്ന് പറയത്തിനാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ ആദ്യം നീ ചെന്ന് ഞാൻ ഉയർത്തെഴുന്നേറ്റെന്ന് ശിഷ്യന്മാരോട് പറയാൻ പറഞ്ഞു. പഴയ നിയമ കാലങ്ങളിൽ അങ്ങനെ ഓരോന്നും നിലനിന്നു മാത്രമേ ഉള്ളൂ.
പ്രസവിക്കാനുള്ള അധികാരം സ്ത്രീകൾക്ക് മാത്രമുള്ളൂ, പുരുഷന്മാർക്കില്ല. അത് വലിയൊരു നേട്ടമല്ലേ അത്? അടുത്ത തലമുറ നിലനിർത്തുന്നത് നിങ്ങളാണ്. അത് വലിയൊരു ഭാഗ്യമാണ്. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. കർത്താവ് ഓരോരുത്തരെയും സൃഷ്ടിച്ചപ്പോൾ അവൻ്റേതായ ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഇരമ്യാവ് 29:15 പറയുന്ന പോലെ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. അത് നിങ്ങൾക്കുള്ള നാശത്തിലുള്ള പദ്ധതിയല്ല, നിങ്ങൾക്കുള്ള നന്മയ്ക്കായിട്ടുള്ള പദ്ധതിയാണ്. അപ്പോൾ ദൈവം എന്നെ സൃഷ്ടിച്ച് ഓരോരുത്തരെയും സൃഷ്ടിച്ചതിന് ഓരോ ഉദ്ദേശമുണ്ട്. കോടിക്കണക്കിന് ആളുകളെ സൃഷ്ടിച്ചു. ഇപ്പോൾ കോടിക്കണക്കിന് ആളുകളുണ്ട്, 800 കോടിയോ അതിൽ കൂടുതലൊക്കെ ആയിട്ട് ലോകത്ത്. അപ്പോൾ 800 കോടിയും സൃഷ്ടിച്ചപ്പോൾ 800 കോടി ആളുകൾക്ക് ഓരോ ഉദ്ദേശം കർത്താവിനുണ്ട്. ഇനി ജനിക്കുമ്പോഴും ആ കുട്ടികൾക്ക് ഓരോ ഉദ്ദേശം കർത്താവിനുണ്ട്. മനസ്സിലാക്കിയാൽ മതി. ഞാനിപ്പോൾ അവസാനിപ്പിക്കുകയാണ്. നീണ്ടുപോയാൽ ബുദ്ധിമുട്ടാകും. ശ്രദ്ധിച്ച് കേൾക്കുക, സംശയങ്ങൾ ചോദിക്കുക. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.